നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജ്യോതിഷത്തിൽ തേജസ്സിന്റെയും അധികാരത്തിന്റെയും ഗ്രഹമായ സൂര്യന്റെ ആധിപത്യമുള്ള 3 നക്ഷത്രങ്ങളാണ് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവ. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലെ ദശാക്രമം ഒന്ന് തന്നെയാണ്. സൂര്യദശയിൽ തുടങ്ങി ശുക്രദശയിൽ അവസാനിക്കുന്ന ഒരേ ക്രമം. എന്നാൽ ഒരേ ദശയാണെങ്കിലും കാർത്തിക നക്ഷത്രക്കാരന്റെ ജീവിതമല്ല ഉത്രം നക്ഷത്രക്കാരനും, ഉത്രം നക്ഷത്രക്കാരന്റെ അനുഭവമല്ല ഉത്രാടംകാരന്. കാരണം ഇവർ ജനിക്കുന്ന രാശികളും അവയുടെ അധിപന്മാരും തികച്ചും വ്യത്യസ്തമാണ്. സൂര്യൻ മുതൽ ശുക്രൻ വരെയുള്ള 9 ദശകളും ഈ 3 നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഈ സെഗ്മെന്റിലെ 3ാമത്തെ വീഡിയോയാണിത്. ഇതിനു മുമ്പ് 2 വീഡിയോകളിലായി നക്ഷത്രക്കാരുടെ ദശാകാലവും അവർക്ക് ആ സമയത്ത് അനുഭവത്തിൽ വരാനുള്ള കാര്യങ്ങളും അവർ പ്രതിരോധമായി എടുക്കേണ്ട പരിഹാരങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ദശാകാലങ്ങളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ ഐശ്വര്യവും ഉന്നതിയും ഒക്കെ ഉണ്ടാകുവാനായി നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങളെപ്പറ്റി ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതോടൊപ്പം ഓരോ ദശയിലും സംഭവിക്കാൻ പോകുന്ന സവിശേഷമായ ഫലങ്ങളും പരിഹാരങ്ങളും ഒക്കെ വിശദമായി തന്നെ പറയുകയാണ്. വീഡിയോ മുഴുവനായും കാണുവാനായി ശ്രമിക്കുക. കാർത്തിക നക്ഷത്രക്കാർ 1ാം പാദം മേടക്കൂറിലും 2, 3 പാദങ്ങൾ ഇടവക്കൂറിലുമാണ്. ഉത്രം 1ാം പാദം ചിങ്ങക്കൂറിലും 2, 3, 4 പാദങ്ങൾ കന്നിക്കൂറിലുമാണ്. ഉത്രാടം 1ാം പാദം ധനുക്കൂറിലും 2, 3, 4 പാദങ്ങൾ മകരക്കൂറിലുമാണ്. കാർത്തികയുടെ ദശാനാഥന്മാർ എന്ന് പറയുന്നത് മേടക്കൂറുകാർക്ക് ചൊവ്വയും ഇടവക്കൂറുകാർക്ക് ശുക്രനുമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറിലുള്ളവർക്ക് സൂര്യനും കന്നിക്കൂറിലുള്ളവർക്ക് ബുധനുമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് 1ാം പാദം ധനുക്കൂറിലായതുകൊണ്ട് തന്നെ വ്യാഴമാണ് അധിപൻ. അതുപോലെ 2, 3, 4 പാദങ്ങൾ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർ മകരക്കൂറിലാണ്, ശനിയാണ് അവരുടെ അധിപൻ. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വച്ചിട്ട് വേണം നമ്മൾ ഈ ഫലങ്ങൾ നിരീക്ഷിക്കുവാൻ. സൂര്യദശയിലാണ് ഇവരുടെ ജനനം. 6 വർഷമാണ് സൂര്യദശ. ജന്മദശയുടെ പാതി വർഷം കണക്കാക്കിയാണ് നമ്മൾ പൊതുഫലങ്ങൾ എപ്പോഴും പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർ 1ാം പാദത്തിലുള്ള മേടക്കൂറുകാർക്ക് ഈ സൂര്യദശയിൽ ഇവരുടെ രാശ്യാധിപൻ ചൊവ്വയായതുകൊണ്ട് കുട്ടിക്കാലത്ത് നല്ല ഉഷാറും ഉന്മേഷവും ധൈര്യവുമൊക്കെ ഉണ്ടാകുന്ന ബാല്യകാലമായിരിക്കും. കുറച്ച് പിടിവാശിയും അനുസരണക്കേടുമൊക്കെ കാണിക്കും ഈ തരം കുട്ടികൾ. പക്ഷേ ഇവർ അതിസമർത്ഥന്മാരായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇടവക്കൂറുകാരായ നക്ഷത്രക്കാർ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ വരുന്നവർ സൂര്യനും ശുക്രനും ശത്രുക്കളായതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് കണ്ണിനോ ചർമ്മത്തിനോ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. അതായത് ചർമ്മരോഗങ്ങളോ കാഴ്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ ഈ ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വരുവാനായി സാധ്യതയുണ്ട് ബാല്യകാലത്ത്. പക്ഷേ 1ാം പാദത്തിലെ മേടക്കൂറിലുള്ള കുട്ടികളെക്കാൾ കുറെ കൂടെ അച്ചടക്കം ഉള്ളവരായിരിക്കും ഇടവക്കൂറിലുള്ളവർ. ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ, നിശബ്ദം കാര്യങ്ങൾ ചുറ്റുപാടുകളൊക്കെ വീക്ഷിക്കുന്നവർ, സമാധാനത്തിൽ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നവരും ആയിരിക്കും. ഉത്രം നക്ഷത്രക്കാർ ഇതിൽ ചിങ്ങക്കൂറുകാരാണെങ്കിൽ, അതായത് 1ാം പാദത്തിൽ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപന്റെ ദശ ആയതുകൊണ്ട് കുട്ടിക്കാലത്ത് രാജകീയമായ പരിഗണനയും വലിയ ആത്മവിശ്വാസവും സന്തോഷവുമൊക്കെ ഉണ്ടാകും. ഇവരുടെ ബാല്യകാലത്ത് കുടുംബത്തിലും നല്ല ഐശ്വര്യങ്ങളൊക്കെ ആയിരിക്കും. കാര്യം രാജകീയമായ സുഖസൗകര്യങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിലും നല്ല ഒരു സാമ്പത്തിക അവസ്ഥയും സമാധാന ജീവിതവും സന്തോഷവും ഒക്കെ തീർച്ചയായും ഉണ്ടാകും. കന്നിക്കൂറുകാരിലാണെങ്കിൽ, ഉത്തര നക്ഷത്രക്കാരുടെ കന്നിക്കൂറാണെങ്കിൽ ബുധാദിത്യ യോഗത്തിന്റെ ഫലം കൊണ്ട് ചെറുപ്പത്തിലെ നല്ല ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയും ഒക്കെ ഉള്ളവരായിരിക്കും ഈ കുട്ടികൾ. എന്ത് കണ്ടാലും അത് പെട്ടെന്ന് പഠിച്ചെടുക്കുവാനുള്ള കഴിവും അനുകരിക്കുവാനുള്ള കഴിവുമൊക്കെ ഇവർക്കുണ്ടാകും. ഉത്രാടം നക്ഷത്രം ഇതിൽ ധനുക്കൂറുകാർക്ക്, അതായത് 1ാം പാദത്തിൽ വരുന്ന ധനുക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ രാശി ആയതുകൊണ്ട് കുട്ടിക്കാലം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ, അതായത് ബാല്യാരിഷ്ടതകൾ വലുതായൊന്നും ഇവരെ സ്വാധീനിക്കില്ല. സന്തോഷകരമായി തന്നെ കടന്നു പോകും. ഐശ്വര്യമുള്ള ഒരു ബാല്യകാലമായിരിക്കും ഇവർക്ക്. ഏവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഈ കുട്ടികൾ.
മകരക്കൂറുകാരായ കുട്ടികളാണെങ്കിൽ, ഉത്രാട നക്ഷത്രക്കാരായ കുട്ടികൾക്ക് സൂര്യനും ശനിയും കടുത്ത ശത്രുക്കളായതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവരെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. അനാവശ്യമായി മഴ കൊള്ളുവാനോ വെയിൽ കൊള്ളുവാനോ ഒന്നും അനുവദിക്കരുത്. കളിക്കാൻ പോകുമ്പോഴും മറ്റുമെല്ലാം വീഴ്ചകളോ മുറിവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ മാതാപിതാക്കൾ നല്ല ശ്രദ്ധ, ഈ മകരക്കൂറുകാരായ കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം. അച്ഛൻ, ഈ കുട്ടികളുടെ അച്ഛൻ ഈ സമയത്ത് അകന്ന് നിൽക്കുവാനുള്ള സാധ്യത ഉണ്ടാവും. അത് കുടുംബവുമായി പിണങ്ങിയിട്ട് തന്നെ വേണം എന്നില്ല. ജോലി സംബന്ധമായി വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ആകാം. സൂര്യദശാകാലത്ത് ഉത്രാട നക്ഷത്രക്കാർ മകരക്കൂറിലുള്ള കുട്ടികൾക്ക് അച്ഛനുമായി അകന്ന് നിൽക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു മോശം അനുഭവമായി കണക്കാക്കേണ്ട കാര്യമില്ല. ഈ സൂര്യദശാകാലത്ത് കുട്ടികളുടെ പേരിൽ ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ നല്ല പരിഹാര മാർഗങ്ങളാണ്. അടുത്തത് ചന്ദ്രദശയാണ്. ആകെ 10 വർഷം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് തന്നെ പറയാം. കാർത്തിക നക്ഷത്രക്കാർ, ഈ കാർത്തികയുടെ മേടക്കൂറുകാർക്ക് ചന്ദ്രൻ 4ാം ഭാവാധിപനായതുകൊണ്ട് പഠനത്തിൽ നല്ല മിടുക്ക് കാണിക്കും. ഇവർ ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ കലാകായികപരമായ കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം പഠിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വീടുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെ സന്തോഷമുണ്ടാവും. അതായത് കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ കലാകായിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടുന്നത് കൊണ്ട് കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. കാർത്തിക നക്ഷത്രത്തിന്റെ ഇടവക്കൂറുകാരാണെങ്കിൽ ഈ ദശയിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായ ഒരു വലിയ രാജയോഗത്തിന്റെ കാലഘട്ടമാണ് ചന്ദ്രദശ. കാരണം ഇവിടെ ചന്ദ്രൻ ഉച്ചനാണ്. ഈ 10 വർഷം ഇവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, ജീവിതത്തിൽ കരിയറിലെ മികച്ച തുടക്കം, അതിനൊക്കെയുള്ള ഒരു സമയമാണ്. ഇക്കാലത്ത് അമ്മമാരിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ ഒരു പിന്തുണയും സംരക്ഷണവും ഒക്കെ ലഭിക്കും. ഇവരുടെ എല്ലാ വളർച്ചകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയായിരിക്കും ഇവരുടെ അമ്മ. ഇനി ഉത്രം നക്ഷത്രക്കാരുടെ നമുക്ക് നോക്കാം. ചന്ദ്രദശയിൽ ചിങ്ങക്കൂറുകാർക്ക് ചന്ദ്രൻ 12ാം ഭാവാധിപനായതിനാൽ അനാവശ്യ ചിന്തകൾ കാരണം പഠനത്തിൽ ശ്രദ്ധ കുറയും. കാരണം ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ഒരുപാട് പൊരുത്തക്കേടുകൾ ഈ പ്രായത്തിൽ അനുഭവത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പല കാര്യങ്ങളിലും അനിഷ്ടം പ്രകടിപ്പിക്കേണ്ടി വരുന്ന ഒരു സാധ്യത വരും. അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും അത് കുട്ടിയെ മാനസികമായൊരു ബുദ്ധിമുട്ടിലെത്തിക്കും. പഠനത്തിൽ പിന്നോട്ട് പോകുവാൻ, അതിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളോട്, അതായത് ഉത്രം നക്ഷത്രത്തിലെ ചിങ്ങക്കൂറുകാരായ കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടി കൂടുതൽ കരുതൽ വേണം. അവർക്കൊപ്പമുണ്ട് മാതാപിതാക്കൾ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് എപ്പോഴും കൊടുക്കണം. സ്കൂളിലോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തോ കുട്ടികൾക്ക് എതിരായി അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അവർക്കൊപ്പം നിന്ന് അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുവാനായി ഈ ഉത്രം നക്ഷത്രത്തിലെ ചിങ്ങക്കൂറുകാരായ കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചന്ദ്രദശ. ഇനി കന്നിക്കൂറുകാരെ പറ്റി പറയുമ്പോൾ ചന്ദ്രൻ ഇവരുടെ 11ാം ഭാവാധിപനാണ്. സാമ്പത്തികമായി ഈ കുട്ടിയെ കൊണ്ട് തന്നെ കുടുംബത്തിന് നല്ല കാലമായിരിക്കും. ഒരു കുട്ടിയെ കൊണ്ട് സാമ്പത്തികമായി എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളും രക്ഷപ്പെടുന്നത് പോലും കുഞ്ഞുങ്ങളെ കൊണ്ടാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. വിനോദ ഉപാധികൾ ധാരാളമായി ഹൈ ടെക്നോളജിയിലൂടെ കലർന്നു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല കുഞ്ഞുങ്ങൾ, സംസാരിക്കാനോ പാടാനോ ആടാനോ പ്രത്യേക കഴിവുകളൊക്കെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും അവർ മൂലം ആ കുടുംബത്തിന് അംഗീകാരവും പ്രശസ്തിയും സമ്പത്തും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ ഉത്രം നക്ഷത്രക്കാരായ കന്നിക്കൂറുകാരുടെ 11ാം ഭാവാധിപൻ ചന്ദ്രനായതുകൊണ്ട് ഈ ചന്ദ്രദശയിൽ ഈ കുട്ടികൾക്ക് സാമ്പത്തികപരമായി നേട്ടം, പ്രശസ്തി ഒക്കെ ഉണ്ടാകുവാനുള്ള വലിയ സാധ്യതകളുണ്ട്. കൂടാതെ സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ പഠനകാലത്തും ഇവർക്ക് ഉണ്ടാകും. ഇനി ഉത്രാട നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ 8ാം ഭാവാധിപനാണ്. കുറെ തടസ്സങ്ങൾ ഉണ്ടാകും. 8ാം ഭാവാധിപനായതുകൊണ്ട് തടസ്സങ്ങൾ കുറെ നേരിടേണ്ടി വരും. പഠനത്തിൽ ഒരു മന്ദത കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടും. മാതാപിതാക്കൾ നന്നായി കരുതൽ എടുക്കേണ്ട സമയമാണ്. അവർക്ക് ഒപ്പം തന്നെ നിൽക്കണം. അവരുടെ മാനസിക പ്രശ്നങ്ങൾ, അതായത് അവർക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലുമെല്ലാം ആ കുഞ്ഞിൻ്റെ കൂടെ കരുത്തായി നിന്ന് പരിഹരിച്ചു കൊണ്ടുപോകണം. മകരക്കൂറുകാർക്ക് ചന്ദ്രൻ 7ാം ഭാവാധിപനാണ്. നല്ലതാണ്.
പഠനത്തോടൊപ്പം തന്നെ കലകളിലും ക്രിയേറ്റീവായ പല കാര്യങ്ങളിലും ഈ ഉത്രാട നക്ഷത്രക്കാരായ മകരക്കൂറിലുള്ള കുഞ്ഞുങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇവർ ആ രംഗങ്ങളിൽ തിളങ്ങും. വിദ്യാഭ്യാസ കാലഘട്ടം തന്നെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിന് പോലും ചിലപ്പോൾ കാരണമാകും. ഭാവിയിൽ പ്രശസ്തരാകാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളായി ഇവർ മാറും. തിങ്കളാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പരിഹാരമായി വഴിപാടുകൾ നടത്തണം. ദേവീക്ഷേത്രങ്ങളിലെ പൂജകളിലോ പ്രാർത്ഥനകളിലോ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ പങ്കെടുക്കണം. അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അതിലൊക്കെ പങ്കെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ല പരിഹാരങ്ങളായി കാണാൻ കഴിയും. അടുത്തത് ചൊവ്വാദശയാണ്. ആകെ 7 വർഷമാണ് ചൊവ്വാദശ. ഈ നക്ഷത്രക്കാരുടെ യൗവനകാലം എന്ന് തന്നെ പറയാം. കാർത്തിക നക്ഷത്രക്കാരിൽ മേടക്കൂറുകാർക്ക് ചൊവ്വാദശയിൽ രാജയോഗ സമാനമായ കാലഘട്ടമാണ്. കാരണം ചൊവ്വ സ്വന്തം രാശ്യാധിപനാണ് ഇവർക്ക്. ഈ സമയത്ത് ഇവർക്ക് പെട്ടെന്നൊരു ഉന്നതമായ ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു ജോലി നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയും. ഭൂമിയും വാഹനവും സ്വന്തമാക്കാൻ സാധിക്കും. നേട്ടങ്ങൾ ഉണ്ടാകും. കാർത്തിക നക്ഷത്രത്തിന്റെ ഇടവക്കൂറുകാർക്ക് ചൊവ്വ 7, 12 ഭാവങ്ങളുടെ അധിപനായതിനാൽ കരിയറിന്റെ തുടക്കത്തിൽ ചില തടസ്സങ്ങളും അനാവശ്യ ചെലവുകളും ഒക്കെ വേണ്ടിവരും. മേടക്കൂറുകാരെ പോലെ വളരെ പെട്ടെന്ന് ഒന്ന് നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയില്ല. നന്നായി അധ്വാനിക്കേണ്ടി വരും. നേട്ടമുണ്ടാകും, പക്ഷെ നല്ല പരിശ്രമം വേണ്ടി വരും. മേടക്കൂറുകാരെക്കാളും വളരെ വിഭിന്നമായ ഒരു അവസ്ഥയാണ് ഇടവക്കൂറുകാർക്ക് വരുന്നത്. കാര്യം ചൊവ്വ 7, 12 ഭാവങ്ങളുടെ അധിപനാകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാര്യവും പെട്ടെന്ന് പോയി നേടിയെടുക്കുവാൻ കഴിയില്ല. അതിൽ കുറച്ച് അമാന്തം നേരിടേണ്ടി വരും. പക്ഷെ ശ്രമത്തിൽ നിന്ന് പിന്തിരിയരുത്. ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ അധ്വാനത്തിന് തക്കതായ പ്രതിഫലം കിട്ടും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഉത്രം നക്ഷത്രക്കാർക്ക്, ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ ചൊവ്വ ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യവിധാതാവാണ്. അതുകൊണ്ട് ഈ 7 വർഷത്തിൽ ഇവർ കരിയറിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തും. മത്സര പരീക്ഷകളിൽ വിജയം നേടും. നല്ല ജോലി ലഭിക്കും. അതുപോലെ ഉന്നത സ്ഥാനങ്ങളിലെത്തും. ഇവരുടെ പ്രശസ്തിയും പേരുമൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർന്നു പോകും. എല്ലാ ആൾക്കാരും അറിയുന്ന വിധത്തിലുള്ള ഉന്നതരായ വ്യക്തികളായി ഇവർ മാറും. നല്ല സൗഭാഗ്യം വരുന്ന ഒരു സമയമാണ് ഉത്രം ചിങ്ങക്കൂറുകാർക്ക്. കന്നിക്കൂറുകാർക്ക് ചൊവ്വ 3, 8 ഭാവാധിപനായതിനാൽ ജോലി സ്ഥലത്ത്, അതായത് അവരുടെ കർമ്മമേഖലയിൽ കുറെ മത്സരങ്ങളും ശത്രുതയും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ ആ സമയത്ത് നല്ല ആത്മസംയമനത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് കൃത്യമായ പരിഹാരങ്ങൾ, കർമ്മരംഗത്ത് വരുന്ന തടസ്സങ്ങൾ ബുദ്ധിപൂർവം പരിഹരിച്ച് മുന്നോട്ട് പോകണം. എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഒറ്റ കാര്യം ആലോചിച്ച് അതിൽ തന്നെ തീരുമാനമെടുത്ത് അതിൽ തന്നെ ഉറച്ചു നിന്ന് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം അത് നടപ്പിലാക്കുവാൻ ശ്രമിക്കുക. കഠിനമായ അധ്വാനം ഇവർക്ക് ഈ സമയം വേണം. അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, അതായത് നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കന്നിക്കൂറുകാർക്ക് തീർച്ചയായും വിജയം ഉണ്ടാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. ചിങ്ങക്കൂറുകാർക്ക് ഒരുപാട് നേട്ടമുണ്ടാകുമ്പോൾ ഉത്രത്തിന്റെ കന്നിക്കൂറുകാർക്ക് 3, 8 ഭാവാധിപനായതിനാൽ കുറച്ച് കഠിനമായ ശ്രമത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഉത്രാട നക്ഷത്രക്കാർക്ക് ചൊവ്വാദശ എങ്ങനെയാണ്? ഇതിൽ ധനുക്കൂറുകാർക്ക് ചൊവ്വ 5ാം ഭാവാധിപനാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ഇവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച നേടുവാൻ സാധിക്കും. അതായത് ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഒരു സംഭവം എത്തുമ്പോൾ അവർ ആലോചിച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതിലൂടെ അവർക്ക് ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയം. മകരക്കൂറുകാർക്ക് ഇത് നല്ലൊരു രാജയോഗ സമാനമായ കാലമാണ്. കാരണം മകരത്തിൽ ചൊവ്വ ഉച്ചനാണ്. റിയൽ എസ്റ്റേറ്റ്, പോലീസ്, മിലിറ്ററി അല്ലെങ്കിൽ നിർമ്മാണ മേഖലകളിൽ ഇവർ വിചാരിക്കാത്ത അത്രയും വലിയ സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. പോലീസിലോ മിലിറ്ററിയിലോ ഒക്കെ ഒരു ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. കൺസ്ട്രക്ഷൻ മേഖല, കോൺട്രാക്ട് ബിസിനസ്സുകളൊക്കെ ഇവർ ചെയ്യാൻ, അങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക്, റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങാൻ തീരുമാനിച്ചവരാണ് ഈ മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാരെങ്കിൽ ഇവർക്ക് അതിലും നല്ല സാമ്പത്തിക നേട്ടവും ഉന്നതിയുമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനായി കഴിയും.
ദോഷപരിഹാരമായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക, നാരങ്ങ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ദോഷപരിഹാരങ്ങൾ ലഭിക്കും. അടുത്തത് രാഹു ദശയാണ്. ആകെ 18 വർഷമാണ് രാഹു ദശ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ 18 വർഷം. കാർത്തിക നക്ഷത്രത്തിന്റെ മേടക്കൂറുകാർക്ക് രാഹു മേടത്തിൽ വരുന്നത് അത്ര ശുഭമല്ല. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കേസുകൾ, വഴക്കുകൾ, അപവാദങ്ങൾ, പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ ഉണ്ടാകാതിരിക്കുവാൻ കരുതലോടെ പോകണം. ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക. തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ച് ചെയ്യുക. ഉറപ്പില്ലാത്ത ഒരു പദ്ധതിക്കും പണം മുടക്കാതിരിക്കുക. കഴിയുന്നതും ആർക്കും കടം കൊടുക്കാതിരിക്കുക. കടം വാങ്ങാനുള്ള സാഹചര്യം നമ്മളായി ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. ബ്ലാങ്ക് ചെക്ക്, പ്രോമിസറി നോട്ട്, മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കേസ്, വഴക്ക്, പോലീസ് സ്റ്റേഷൻ, കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവും ഈ മേടക്കൂറുകാർ കൃത്യമായും ചെയ്യാതിരിക്കണം. കാർത്തിക നക്ഷത്രക്കാർ. ഇടവക്കൂറുകാർക്ക് പക്ഷേ തികച്ചും വിഭിന്നമായ ഒരു ഫലമാണ് കിട്ടുന്നത്. കാരണം രാഹു ഇടവക്കൂറുകാർക്ക് വലിയ സാമ്പത്തിക ഉയർച്ച തരും, അപ്രതീക്ഷിതമായ ധനലാഭം നൽകും. വിദേശ യാത്രകൾ, വിദേശത്ത് വലിയ ബിസിനസ്, അങ്ങനെ അത് ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ ഉന്നതി, ഇതൊക്കെ ഈ കാർത്തികയിലെ ഇടവക്കൂറുകാർക്ക് ലഭിക്കും. വിദേശത്ത് ബിസിനസ് എന്ന് പറയുന്നത് രാജ്യത്തിന് പുറത്ത് തന്നെ ആകണമെന്നില്ല. നമ്മുടെ നാട്, നമ്മുടെ ദേശം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക്, അത് ജില്ലയോ സ്റ്റേറ്റോ ഒക്കെ ആയാലും അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇവർക്ക് നല്ല ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും. ഉത്രം നക്ഷത്രത്തിലെ ചിങ്ങക്കൂറുകാർക്ക് രാഹു സൂര്യന്റെ രാശി നിൽക്കുന്നതിനാൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളികളുമായി, അത് ബിസിനസ് പങ്കാളിയായാലും കുടുംബത്തിലെ പങ്കാളിയായാലും ജീവിത പങ്കാളിയായാലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ നിങ്ങൾ നോക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ആലോചിക്കാതെ ഒരു കാരണവശാലും എടുത്തു ചാടി പണമൊന്നും ഒരു കാര്യത്തിലും മുടക്കരുത്. ബിസിനസ്സിലോ അല്ലെങ്കിൽ ഔദ്യോഗിക മേഖലയിലോ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ശ്രദ്ധാപൂർവം ക്ഷമയോടുകൂടി മറികടക്കുവാനായി ശ്രമിക്കണം. ഉത്രം നക്ഷത്രത്തിന്റെ കന്നിക്കൂറുകാർക്ക് ബുധന്റെ രാശിയായതിനാൽ കന്നിയിൽ രാഹു വളരെ ശക്തനാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്കും നല്ല രീതിയിലുള്ള അധികാരവും ജനപ്രീതിയും ഈ സമയത്ത് വന്നു ചേരും. സാമ്പത്തിക നേട്ടവും ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്ന കാലമാണ് കന്നിക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ രാഹു ദശ എന്ന് പറയുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്കാണെങ്കിൽ, അതിലെ ധനുക്കൂറുകാർക്ക് രാഹു ദശയിൽ വിദേശയാത്രകൾ വഴി നല്ല നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായി ഇവർക്ക് നേട്ടമാണ് ഈ ദശയിൽ. പക്ഷേ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, സങ്കടകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി, അതായത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങിയ ശേഷം അതിൽ നിന്നും ഒരു തിക്താനുഭവം ഉണ്ടാകാൻ ഇടയാകുന്ന തരത്തിലുള്ള ഒന്നിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാതിരിക്കുക. സ്വന്തം കാര്യം നോക്കി സമാധാനമായി ക്ഷമയോടുകൂടി ഈ കാലഘട്ടം കടത്തിക്കൊണ്ടു പോകുന്നതാണ് ശരിക്കും നല്ലത്. മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് ശനിയുടെ രാശി ആയതുകൊണ്ട് രാഹുദശയിൽ കഠിനമായ അധ്വാനം ആവശ്യമായി വരും. ജീവിത വിജയത്തിന് വിശ്വസിച്ചവരിൽ നിന്നും ചതികൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പങ്കാളിത്ത ബിസിനസ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ പൂർണ്ണമായും വിശ്വസിക്കരുത്. നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ആരെയും നിങ്ങൾക്ക് പ്രതികൂലമായി ചതിക്കാൻ അവർ ഇറങ്ങി പുറപ്പെടാൻ ഇടയാക്കുന്ന വിധത്തിൽ ആർക്കും നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് സ്ഥാനം കൊടുക്കരുത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പല വ്യക്തികളിൽ നിന്നും ഈ രാഹുദശയിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും അതിൽ നിങ്ങൾ സങ്കടപ്പെടുവാനും ഒക്കെ ഇടയാകുവാൻ സാധ്യതയുണ്ട്. അതുകൂടി ഒന്ന് കരുതി പോകണം മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർ. ശനിയാഴ്ചകളിൽ പരിഹാരമായി വൈകുന്നേരം രാഹുകാലത്ത് ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് തെളിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥിക്കുക. ഈശ്വരവചനവുമായും നല്ല ചിന്തകളും പ്രവർത്തികളുമായിട്ടൊക്കെ മുന്നോട്ട് പോവുക. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും നല്ല പരിഹാരമാണ്. അടുത്തതായി വ്യാഴദശയാണ്. ആകെ 16 വർഷമാണ് വ്യാഴദശക്കാലം. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം 9ാം ഭാവാധിപനായതുകൊണ്ട് ഈ ദശ വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല.
പകരം ആത്മീയമായ ഉയർച്ചയും ഭാഗ്യവുമൊക്കെ നൽകുന്ന സമയമാണ്. ഉന്നതി ഉണ്ടാകും, ഐശ്വര്യവും സാമ്പത്തിക വിജയവുമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇടവക്കൂറുകാർക്കാണെങ്കിൽ, കാർത്തികയുടെ ഇടവക്കൂറുകാർക്കാണെങ്കിൽ വ്യാഴദശ കടുത്ത പ്രതിസന്ധികൾ അനുഭവിക്കുവാൻ ഇടയാകും എന്നതാണ് കാരണം. ഇടവത്തിന് വ്യാഴം 8ാം ഭാവാധിപനാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും വരാം. പണം മുടക്കി ചെയ്യുന്ന വലിയ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർ ഈ വ്യാഴദശയിൽ ശ്രദ്ധിക്കണം. കാരണം സമയം ഒരല്പം മോശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തിലും കൊണ്ടുവന്ന് പണം ഇറക്കരുത്. വാക്ക്, പ്രവൃത്തി, പെരുമാറ്റം എന്നിവയെല്ലാം നന്നായി സൂക്ഷിക്കുക. നേരത്തെ രാഹുദശയിൽ മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ചതി പറ്റുവാനോ ദുഃഖിക്കുവാനോ ഒക്കെ ഇടയാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. സ്വന്തം കാര്യം നോക്കി ക്ഷമയോടുകൂടി നല്ല പ്രവർത്തികളോടെ ഈശ്വര വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയാൽ മതി. മറ്റൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴം 5ാം ഭാവാധിപനായതുകൊണ്ട് ഇത് വലിയ ദോഷകരമായ ഒരു കാലമല്ല. കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ കേന്ദ്രാധിപത്യ ദോഷമുള്ളതിനാൽ കുടുംബജീവിതത്തിലും പങ്കാളിയുമായുള്ള ബന്ധത്തിലും കുറച്ച് ശ്രദ്ധ വേണ്ട സമയമാണ്. ചെറിയ അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ അതിലൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടപെടലുകളും സാന്നിധ്യവും വേണ്ട സമയത്ത് അത് കൃത്യമായും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുവാനുള്ള സാധ്യതയുണ്ട്. ഉത്രം നക്ഷത്രത്തിന്റെ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 5ാം ഭാവാധിപനായതുകൊണ്ട് വലിയ മോശഫലങ്ങളൊന്നും ലഭിക്കില്ല. കുഴപ്പമില്ലാതെ കടന്നു പോകാം. നന്നായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലെ ഉന്നതി അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളിലെ അംഗീകാരം ഒക്കെ കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ ഈ സമയത്ത് ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. വലിയ ആപത്തുകളൊന്നും സംഭവിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും നല്ല ഫലം നേടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനായി സാധിക്കും. ധനുക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് സ്വന്തം രാശ്യാധിപന്റെ ദശ ആയതുകൊണ്ട് ഇത് രാജയോഗമാണ്. ഈ വ്യാഴദശ നഷ്ടപ്പെട്ട സകലതും അവർക്ക് ലഭിക്കുന്ന സമയം. സാമ്പത്തികമായോ വസ്തുവകകളായോ മുൻകാലങ്ങളിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കുന്ന ഒരു സമയം. പ്രശസ്തിയും അന്തസ്സും യശസ്സും ഒക്കെ ഉയരുന്ന സമയം, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന സമയം. ധനുക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല സമയം തന്നെയാണ്. ഇനി മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് 12ാം ഭാവാധിപനാണ് വ്യാഴം. 12 എന്നത് വ്യയസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സമ്പാദ്യങ്ങളിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ അനാവശ്യമായ ചെലവുകൾ കൂടും. ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. കൃത്യമായ ധാരണയില്ലാത്ത ഒന്നിനും കൊണ്ട് പണം നിക്ഷേപിക്കാതിരുന്നാൽ മതി. ആവശ്യമായ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ആ സമയത്തൊരു വീട് വയ്ക്കുന്നെങ്കിലും വാഹനം വാങ്ങിക്കുന്നെങ്കിലും ഒരു വിവാഹം കഴിക്കുന്നെങ്കിലോ വിവാഹം കഴിപ്പിക്കുന്നെങ്കിലോ ബിസിനസ് തുടങ്ങുന്നെങ്കിലോ അതിനൊക്കെ കൃത്യമായൊരു പ്ലാനിങ്, ഒരു ബഡ്ജറ്റൊക്കെ വെച്ച് അതിനുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 12ാം ഭാവത്തിലെ നഷ്ടഭാവമൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലുതായിട്ട് ബാധിക്കുകയില്ല. വ്യാഴദശ പൊതുവെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ കാർത്തിക, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് ജനന സമയം മുതൽ എണ്ണുമ്പോൾ 5ാമത് വരുന്ന പ്രത്യേക ദശ ആയതുകൊണ്ടും ഇവരുടെ രാശികൾക്ക് വ്യാഴം അഷ്ടമാദിത്യ ദോഷം തരുന്നത് കൊണ്ടുമാണ് ഈ 16 വർഷത്തിൽ ഇവർക്ക് അടുത്ത ജാഗ്രത വേണ്ട കാലം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. കരുതലോടുകൂടി, ആലോചനയോടുകൂടി, ചിന്തിച്ച് മാത്രം പ്രവർത്തിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കി അന്യരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാതെ നല്ല സ്വഭാവത്തോടുകൂടി നല്ല വ്യക്തിയായി ഈശ്വരചിന്തയോടുകൂടി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഈ വ്യാഴദശയുടെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നിങ്ങളെ ബാധിക്കാതെ കടന്നു പോകും. പരിഹാരമായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും അവ ദാനം ചെയ്യുകയും ചെയ്യുക. ഇതൊക്കെ നല്ല പരിഹാരങ്ങളാണ്. അടുത്തതായി ശനിദശയാണ് വരുന്നത്. ആകെ 19 വർഷം ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയാം. കാർത്തിക, ഉത്രാട നക്ഷത്രക്കാരുടെ 2 കൂറുകൾ പരിശോധിച്ചാൽ ശനിദശ ഇവർക്ക് സുവർണ കാലഘട്ടമാണ് നൽകുന്നത്.
പക്ഷേ ശനി മോശകാലമല്ലേ, അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. കാർത്തിക ഇടവക്കൂറുകാർക്ക് ശനി മഹായോഗകാരകനാണ്. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. ശുക്രന്റെ ഏറ്റവും അടുത്ത മിത്രമാണ് ശനിദേവൻ. പോരാത്തതിന് ഇടവക്കൂറുകാർക്ക് ശനി 9, 10 ഭാവങ്ങളുടെ ഭാഗ്യഭാവം അഥവാ കർമ്മഭാവം, ഈ ഭാവങ്ങളുടെ നാഥനാണ്. ജ്യോതിഷത്തിൽ ഒരേ ഗ്രഹം തന്നെ കേന്ദ്ര ത്രികോണ അധിപതിയായി വന്നാൽ അതിനെ മഹായോഗകാരകൻ എന്ന് വിളിക്കുന്നു. ഇടവക്കൂറുകാർക്ക് കാർത്തിക 2, 3, 4 പാദങ്ങൾ ശനിദശ ദോഷമല്ല. പകരം ജീവിതത്തിൽ വിചാരിക്കാത്ത അത്രയും വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും ബിസിനസ് വിജയം നൽകുന്ന സുവർണ കാലഘട്ടമാണ്. ഇനി ഉത്രാടത്തിന്റെ മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് ശനി രാശ്യാധിപനാണ്. മകരം രാശിയുടെ അധിപൻ ശനി തന്നെയാണ്. സ്വന്തം രാശ്യാധിപന്റെ 19 വർഷത്തെ ദശ വരുമ്പോൾ തുടക്കത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെങ്കിലും ജീവിതത്തിൽ ഏറ്റവും വലിയ പദവികൾ, വീട്, വസ്തു, സമൂഹത്തിലെ അംഗീകാരം എന്നിവ ശനിദേവൻ ഇവർക്ക് നൽകും. സ്വന്തം മക്കളെ ശനിദേവൻ ഒരിക്കലും നശിപ്പിക്കില്ല എന്ന തത്വം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഉത്തരത്തിലെ ചിങ്ങക്കൂറുകാർക്ക് ശനി ശത്രു ആയതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് വാദം, അസ്ഥിരോഗം, സാമ്പത്തിക തടസ്സങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ അവർ ഒരു കരുതൽ, ജാഗ്രത പുലർത്തണം. കന്നിക്കൂറുകാർക്ക് ശനിദശ വലിയ തോതിലുള്ള കഠിനാധ്വാനത്തിലൂടെ വിജയം നൽകും. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖലയുള്ളവർക്കും വലിയ വളർച്ചയുണ്ടാകും. സാമ്പത്തിക ഉന്നതിയും സൗഭാഗ്യവുമൊക്കെ ഉണ്ടാകും. ഉത്രം നക്ഷത്രക്കാർ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കും ഈ ദശ ശത്രുഗ്രഹമാണെങ്കിൽ പോലും കടന്നു പോകുവാൻ കഴിയും. പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോയാൽ മതി. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി തൊഴിൽ ഭാവാധിപനാണ്. കഠിനമായ അധ്വാനത്തിലൂടെ നല്ല രീതിയിൽ സ്വത്ത് സമ്പാദിക്കുവാനായി സാധിക്കുന്ന സമയമാണ്. ജോലിഭാരം കുറച്ച് കൂടുമെന്നേ ഉള്ളൂ. ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് രാജയോഗ സമാനം എന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതാണ്, ഇടവത്തിന്റെ ഏറ്റവും വലിയ യോഗകാരകനാണ് ശനി. ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വലിയ സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഉത്രാടം നക്ഷത്രക്കാർക്ക്, ധനക്കൂറുകാർക്ക് ശനി ധനഭൂമ്യാധിപനാണ്. അതുകൊണ്ട് ധനക്കൂറുകാർക്ക് ഈ ശനിദശയിൽ ഭൂമിയും സ്വത്തുക്കളും വീടുമൊക്കെ വാങ്ങുവാനായി സാധിക്കും. മകരക്കൂറുകാരായ ഉത്രാട നക്ഷത്രക്കാർക്ക് ഇത് മഹാരാജയോഗ കാലമാണ്. ഇവരുടെ സ്വന്തം രാശ്യാധിപനാണ്. സമൂഹത്തിൽ വലിയ അധികാര പദവികൾ, രാഷ്ട്രീയ വിജയം, സാമ്പത്തിക ഭദ്രത എന്നിവ ഈ 10 വർഷത്തിൽ ഇവർക്കും നേടിയെടുക്കുവാൻ കഴിയും. ഉത്തര നക്ഷത്രത്തിലെ ചിങ്ങക്കൂറുകാർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. അതും അവർ കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ധൈര്യമായിരിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ പോകാൻ മടിക്കരുത്. ശാസ്താവിനെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, എള്ളുതിരി കത്തിക്കുകയോ നീരാഞ്ജനം കഴിക്കുകയോ ധാര നടത്തുകയോ ഒക്കെ ചെയ്യണം. ഇതൊക്കെ നല്ല പരിഹാരങ്ങളാണ്. കഴിയുന്നിടത്തോളം ദാനധർമ്മങ്ങൾ, പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർ കഴിയുന്നിടത്തോളം ദാനധർമ്മങ്ങൾ ചെയ്ത് നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തിയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രം മതി. അടുത്തത് ബുധദശയാണ്. 17 വർഷം ബുദ്ധിശക്തിയുടെയും സമ്പത്തിൻ്റെയും കാലം എന്ന് തന്നെ പറയാം. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ബുധൻ അത്ര അനുകൂലമല്ലാത്തതിനാൽ അനാവശ്യമായ ഉത്കണ്ഠകൾ, നാഡീ സംബന്ധമായ രോഗങ്ങൾ എന്നിവയൊക്കെ വരാം. ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു കാര്യത്തിനും പ്രാധാന്യം കൊടുക്കാതിരിക്കുക. വെറുതെ ടെൻഷൻ അടിച്ച് രോഗാവസ്ഥയിലേക്ക് പോകാതിരിക്കുക. കാര്യങ്ങളൊക്കെ സുഗമമായി തന്നെ നടക്കും. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായാലും അതൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അസുഖങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ മടിക്കരുത്. ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ബുധദശയിൽ ധനകാരകനായിട്ടാണ് ബുധൻ വരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നല്ല രീതിയിലുള്ള സാമ്പത്തിക സമ്പാദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മധ്യപ്രായത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആയി ഒരു സമ്പാദ്യം മാറ്റിവെക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ 17 വർഷക്കാലം. ഉത്രം നക്ഷത്രക്കാർ, അത് ചിങ്ങക്കൂറിലെ ഉത്രം നക്ഷത്രക്കാർക്ക് ബുധദശ ധനപരമായി വളരെ നല്ലതാണ്. കഴിഞ്ഞ ദശ ഈ ചിങ്ങക്കൂറുകാർക്ക് മോശമായിരുന്നെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ഐശ്വര്യവും നേട്ടങ്ങളുമൊക്കെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ ബുധദശ. ഈ 17 വർഷം
ചിങ്ങക്കൂറുകാരായ ഉത്തര നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ സമ്പന്നതയിലേക്ക് പോകുവാനും പ്രശസ്തരാകുവാനും മറ്റു നിലയിലുള്ള എല്ലാവിധ നേട്ടങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. എഴുത്ത്, കൺസൾട്ടിങ്, അതുപോലുള്ള സേവന മേഖലകൾ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഔദ്യോഗിക മേഖലയിൽ സ്വയം സംരംഭകരായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബുധദശ. കന്നിക്കൂറുകാരായ ഉത്തര നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. രാജയോഗ സമാനമായ ഒരു അവസ്ഥയാണ് ഇവർക്ക് വരുന്നത്. കാരണം ബുധൻ ഇവരുടെ സ്വന്തം രാശ്യാധിപനാണ്. ഒപ്പം കന്നിയിൽ ബുധൻ ഉച്ചനുമാണ്. ഇവരുടെ ബുദ്ധിശക്തിയും ബിസിനസ് തന്ത്രങ്ങളും നല്ല വിജയത്തിലേക്ക് ഇവരെ കൊണ്ടുപോകും. ഈ 17 വർഷത്തിൽ ഇവർ നല്ല പ്രശസ്തരായ, സർവരാലും ആദരിക്കുന്ന, സമ്പന്നരായ നല്ല മനുഷ്യരായി മാറ്റപ്പെടും. ഇനി ഉത്രാട നക്ഷത്രക്കാരെ പറ്റിയാണ്. ധനുക്കൂറിലെ ഉത്രാട നക്ഷത്രക്കാർക്ക് ബുധൻ കേന്ദ്രാധിപത്യ ദോഷം തരുന്ന ഗ്രഹമാണ്. എങ്കിലും ഈ സമയത്ത് ശാന്തമായ കുടുംബ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും. കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വരും ധനപരമായ കാര്യങ്ങളിൽ. പക്ഷെ നിങ്ങൾക്കതിനെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അനുഗ്രഹം ഈശ്വരൻ നൽകും. മകരക്കൂറുകാരായ ഉത്രാടം നക്ഷത്രക്കാർക്ക് ബുധൻ ഭാഗ്യാധിപനാണ്. വിചാരിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, സാമ്പത്തിക നേട്ടം, മക്കൾ, ചെറുമക്കൾ എന്നിവരെ കൊണ്ടുള്ള സന്തോഷം, നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകും. ആത്മീയമായി നിങ്ങൾ കൺവെർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. ഈശ്വര വിശ്വാസത്തിലേക്ക് നിങ്ങൾ വഴിമാറും. നിങ്ങളുടെ മനസ്സ് മാറുന്ന ഒരു സമയം. വിദേശത്ത് നിന്ന് പോലും നിങ്ങൾക്ക് സഹായത്തിന് ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ സഹായങ്ങൾ ലഭിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയം. ബുധനാഴ്ചകളിൽ പരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ തുളസിമാലയോ വെണ്ണയോ വഴിപാടായി നൽകുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ദോഷപരിഹാരങ്ങളാണ്. ഇനി വരുന്നത് കേതുദശയാണ്. ആകെ 7 വർഷം ആത്മീയ കാലം എന്ന് തന്നെ പറയാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ആത്മീയ യാത്രകൾ ചെയ്യുവാനും തീർത്ഥാടനങ്ങൾ നടത്തുവാനുമുള്ള യോഗമുണ്ടാകും. ഭൗതികമായ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കുറയുന്ന ഒരു കാലം. പൂർണ്ണമായും ഒരു ഇരുത്തം വന്ന മനസ്സിന്റെ ഉടമയായി, ജീവിതം എന്നാൽ എന്ത് എന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയ ക്ഷമയുള്ള ഒരു നല്ല വ്യക്തിയായി രൂപാന്തരപ്പെടും. ഉത്രം നക്ഷത്രക്കാർക്ക് മാനസികമായി വലിയ ശാന്തത വരുന്ന കാലം തന്നെയാണ്. ജ്ഞാനവും ഈശ്വര ചിന്തയും കൂടുതലായി വർദ്ധിക്കും. ഉത്രാട നക്ഷത്രക്കാർക്ക് കേതുദശ ഈശ്വരാനുഗ്രഹത്തിന്റെ കാലമായിരിക്കും. ധ്യാനം, യോഗ എന്നിവയിലേക്ക് മനസ്സ് തിരിയും. വലിയ സന്യാസി വര്യന്മാരെ പരിചയപ്പെടുവാനും അവരുടെ അനുഗ്രഹം ലഭിക്കുവാനും ഒക്കെ ഇടയാകും. ദോഷപരിഹാരമായി ദിവസവും ഓം ഗം ഗണപതായേ നമ എന്ന് ജപിക്കുന്നത് ഐശ്വര്യമുണ്ടാക്കും, സമാധാനം കൂടുതലായി നിങ്ങൾക്ക് നൽകും. ഇനി വരുന്നത് ശുക്രദശയാണ്. ആകെ 20 വർഷം. പിൽക്കാല ജീവിതത്തിലെ അവസാന കാലഘട്ടം. സ്വന്തം രാശ്യാധിപന്റെ ദശയായതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് പിൽക്കാല ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും ആഡംബരങ്ങളും കൊച്ചുമക്കളുടെ കൂടെയുള്ള സന്തോഷകരമായ ജീവിതങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ ലഭിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് ശുക്രദശ ധനപരമായി നല്ലതാണെങ്കിലും ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ശുക്രൻ യോഗകാരകനാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന കാലത്ത് വലിയ സമാധാനവും പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുവാൻ ഇടവരും. ദോഷപരിഹാരമായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് വെള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ പ്രധാനമായ ഒരു കാര്യം ആദ്യം പറഞ്ഞിരുന്നു. ഈ 3 നക്ഷത്രക്കാരും ഭാഗ്യവർദ്ധനവിനായി നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾ ഏത് ദശകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി കഷ്ടപ്പാടുകളൊക്കെ ഒഴിഞ്ഞുപോയി നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയും. ഐശ്വര്യവും സമാധാനവും സന്തോഷവും സാമ്പത്തികവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആ 5 മഹാഭാഗ്യ വഴികൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി സൂര്യഭജനവും ആദിത്യ ഹൃദയ ജപവും. നിങ്ങളുടെ നക്ഷത്രാധിപൻ സൂര്യനായതുകൊണ്ട് ദിവസവും രാവിലെ കുളിച്ച ശേഷം സൂര്യദേവനെ വണങ്ങുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരും. രണ്ടാമതായി ശിവക്ഷേത്ര ദർശനം നടത്തണം. സൂര്യന്റെ അധിപനായ പരമശിവനെ ഭജിക്കുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരിഹാരം. കഷ്ടപ്പാടുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാനായി ഇത് സാധ്യമാകും. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയോ ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുന്നതും നിങ്ങളുടെ ദോഷങ്ങളെ അകറ്റും.
മൂന്നാമതായി ജന്മനക്ഷത്ര വൃക്ഷ സംരക്ഷണം, അതൊരു ശീലമാക്കുക. നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ പ്രാണവൃക്ഷങ്ങൾ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു പോസിറ്റീവ് എനർജിയും ഈശ്വര അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. കാർത്തിക നക്ഷത്രക്കാർ അത്തിമരവും, ഉത്രം നക്ഷത്രക്കാർ ഇത്തിമരവും, ഉത്രാടം നക്ഷത്രക്കാർ പ്ലാവും. ഒരിക്കൽ കൂടി പറയാം, കാർത്തിക നക്ഷത്രക്കാർക്ക് അത്തിമരം, ഉത്രം നക്ഷത്രക്കാർക്ക് ഇത്തിമരം, ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്ലാവ്. ഇവ ഇവരുടെ പ്രാണവൃക്ഷങ്ങളായി സങ്കല്പിച്ചിരിക്കുന്നു. ഇവ വെട്ടി നശിപ്പിക്കരുത്, കേടുവരുത്തരുത്. കഴിയുമെങ്കിൽ ഇവ ഓരോന്ന് നിങ്ങളുടെ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ച് അതിനെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രപരമായ ദോഷങ്ങൾ അകറ്റുവാനും ഭാഗ്യവർദ്ധനവിനും വളരെ ഉത്തമമാണ്. നാലാമതായി പിതൃക്കളെയും മുതിർന്നവരെയും ആദരിക്കുക. ജ്യോതിഷത്തിൽ സൂര്യൻ പിതാവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് അച്ഛൻ്റെയോ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവരെയോ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുവാൻ സാധ്യത കൂടുതലാണ്. മുതിർന്നവരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾ വാങ്ങുക. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക, അവരെ വന്ദിക്കുക, അവരെ ആദരിക്കുക, അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. അഞ്ചാമതായി ഞായറാഴ്ച വ്രതവും ദാനവും. ഞായറാഴ്ചകൾ പൂർണ്ണമായോ ഭാഗികമായോ കഴിയുമെങ്കിൽ വ്രതം നോക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഞായറാഴ്ച ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഗോതമ്പ് കൊണ്ടുള്ള ആഹാര സാധനങ്ങൾ ദാനം ചെയ്യുന്നത് സൂര്യപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കഴിവതും പാവപ്പെട്ടവർക്ക്, അർഹരായവർക്ക് ചെയ്യുവാൻ മടിക്കരുത്. അവർക്ക് ആഹാരം, വസ്ത്രം, മരുന്ന് തുടങ്ങിയവ നിങ്ങളാൽ കഴിയുന്നത് ദാനമായി നൽകണം. അതുപോലെ അനാഥാലയങ്ങളിലുള്ളവർക്ക്, അഗതികൾക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ പുണ്യം നൽകും. അതുകൂടാതെ തെരുവ് മൃഗങ്ങൾക്ക്, തെരുവ് നായകൾക്ക് കഴിക്കാൻ ആഹാരം, വെള്ളം, അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ മഴ നനഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവേറ്റോ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അതിന് കുറച്ച് ദിവസം കിടക്കാനെങ്കിലും ഒരു സ്ഥലം കൊടുക്കുന്നതും അതിന് മരുന്ന് വെച്ചു കൊടുക്കുന്നതോ സംരക്ഷിക്കുന്നതോ ഒക്കെ വളരെ പുണ്യമാണ്. അതുകൂടാതെ കാക്കകൾക്ക് ആഹാരം കൊടുക്കുക, മറ്റ് പക്ഷികൾക്ക് ആഹാരമോ ധാന്യങ്ങളോ ഒക്കെ കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്തുണ്ടോ അതിൻ്റെ ഒരു ഭാഗം നമ്മളാൽ കഴിയുന്നത് ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങൾക്ക്, സഹജീവികൾക്ക് ദാനമായി കൊടുക്കുന്നത് നിങ്ങളുടെ സർവ്വദോഷങ്ങളും മാറ്റി എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരുത്തും. ഭാഗ്യം വർദ്ധിക്കും, നേട്ടങ്ങൾ ഉണ്ടാകും, ദോഷങ്ങളുടെ കാഠിന്യം കുറയും. ഏത് ദശയായാലും, അത് നല്ലതായാലും മോശമായാലും, നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സൽപ്രവർത്തികൾ ചെയ്യണം. അനർഹമായി ആരുടെ കയ്യിൽ നിന്നും ഒന്നും വെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കരുത്. കഴിയുന്നിടത്തോളം ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക. മറ്റൊരാളുടെ ചോര പുരണ്ട അല്ലെങ്കിൽ കണ്ണീർ വീണ പണം, ധനം ഒന്നും സ്വന്തമാക്കുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും ഈ പ്രപഞ്ച ശക്തികൾ, ജഗദീശ്വരൻ നിങ്ങൾക്ക് നല്ല ഫലം നൽകും. മോശം പ്രവർത്തികളാണെങ്കിൽ അതിൻ്റെ മോശഫലങ്ങളും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പുണ്യം ലഭിക്കുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല, നിങ്ങളുടെ വരും തലമുറകൾക്ക് കൂടിയുള്ള ഒരു വലിയ സമ്പാദ്യമായിരിക്കും അത് എന്നുകൂടി ചിന്തിക്കുക. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി ഇന്നത്തെ കാലത്ത് ഒരുപാടൊന്നും ധനപരമായി സമ്പാദിച്ചു വെക്കുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതിനേക്കാൾ വലിയ സമ്പാദ്യം നമ്മുടെ സൽപ്രവർത്തികളാണ്. നല്ല മനുഷ്യരായി, നല്ല വ്യക്തികളായി, സഹജീവികളോട് കാരുണ്യവും ദയവും ഒക്കെയുള്ള നല്ല വ്യക്തികളായി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നല്ല പ്രവർത്തികളുടെ ഫലം ഈ പ്രപഞ്ച ശക്തികൾ, ജഗദീശ്വരൻ നിങ്ങൾക്കും നിങ്ങളുടെ വരും തലമുറകൾക്കും നൽകും. ആ നന്മ മതി അവർക്ക് ജീവിക്കുവാൻ. അവർക്കും ഈ ലോകത്ത് നല്ല നിലയിൽ ജീവിക്കുവാനുള്ള വഴിത്താരകൾ വെട്ടിത്തുറക്കുന്ന ഒരു പ്രവൃത്തിയായി അത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജഗദീശ്വരൻ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും സന്തോഷവും സമാധാനവും ഒക്കെ നൽകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.